ട്രാപ്പിൽ വീഴരുത്. എത്ര രൂപ കൊടുത്താൽ MBBSന് ഒരു അഡ്മിഷൻ കിട്ടും? 1 കോടി കൊടുത്താൽ മതിയോ? അതോ 50 ലക്ഷമോ? മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ നമുക്ക് ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലും ഡീംഡ് ടു ബി മെഡിക്കൽ കോളേജിലും ഒരു സീറ്റ് പോലും MBBSന് ഒരാൾക്കും ഡൊണേഷൻ വാങ്ങി സീറ്റുകൾ തരാൻ സാധിക്കത്തില്ല. അപ്പോൾ പിന്നെ എങ്ങനെ അഡ്മിഷൻ കിട്ടും? അതിന് നീറ്റ് എക്സാമിനേഷൻ വേണം. ട്രാപ്പിൽ വീഴരുത്. ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിന്റെ ഓണർ ആയിക്കോട്ടെ, ആ ഓണർക്ക് പോലും അദ്ദേഹത്തിന്റെ ക്യാമ്പസിലെ ഒരു സീറ്റ് പോലും ഫില്ല് ചെയ്യാൻ അവകാശമില്ല. പിന്നെങ്ങനെ ഏജന്റുമാർ കാശ് വാങ്ങി സീറ്റുകൾ വാങ്ങിത്തരും? പേരൻസിന് മനസ്സിലാക്കണം, വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. ഇന്ത്യയിലെ ഒരു സീറ്റ് പോലും ഡൊണേഷനോടുകൂടി MBBS പഠിക്കാൻ ഒരു അഡ്മിഷൻ ലഭിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും പേരൻസും മനസ്സിലാക്കുക, നീറ്റ് എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, നന്നായി പഠിക്കുക, മെറിറ്റോടുകൂടി അഡ്മിഷൻ നേടുക. അല്ലാതെ ഞാൻ സീറ്റ് വാങ്ങിക്കൊടുക്കാം എന്ന് വിചാരിക്കുന്നുണ്ടോ? മണ്ടത്തരമാണ്. ട്രാപ്പിൽ വീഴും. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദി ബെസ്റ്റ്.